ഇത് നമ്മുടെ ജൂലൈ നട്ട തക്കാളിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ അതിനകത്ത് പഴുത്ത് നിൽപ്പുണ്ട്. അത് നമുക്കൊന്ന് പിച്ചിയെടുക്കാം. മുന്തിരി മുളക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. മുരടിച്ച് നിന്നേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല രീതിയിൽ കാ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നോടൊപ്പം നട്ട കുറേ പേരുണ്ടായിരിക്കാം. അപ്പോൾ അത് നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് വളമൊക്കെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എനിക്കിപ്പോൾ ഇച്ചിരി സമയക്കുറവായതുകൊണ്ട് ഞാനത് കുറച്ച് ലേറ്റായിപ്പോയി. കാരണം ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയത്. അപ്പം നിങ്ങളൊക്കെ അതിന് വളം ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വളം ചെയ്യാത്തവർക്കൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗുകളും വാങ്ങിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ വീട്ടുപിടിക്ക് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലത് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാബേജിനൊക്കെ നമുക്ക് വളം കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ ചുവട്ടിലുള്ള ഈ കളയൊക്കെ നമ്മൾ പറിച്ച് മാറ്റി കളയണം. അപ്പോൾ എനിക്കിവിടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ചൂടലായതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ ഇച്ചിരി നീണ്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും നീണ്ടൊന്നുമല്ല വരുന്നത്, നല്ല കുറുകിയാണ് നമ്മുടെ ചെടികളൊക്കെ നിൽക്കേണ്ടത്. അപ്പോൾ എന്നാലും നമുക്ക് ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നോളും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാം. അപ്പം പല പ്രാവശ്യം നമ്മൾ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ കൃഷി രീതികൾ കാണിച്ചിട്ടുള്ളതാണ്. അത് കണ്ടവർക്ക് നല്ല രീതിയിൽ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട വളം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചാണകം നല്ലതുപോലെ പൊടിയാകുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കണ്ടല്ലേ, നമ്മുടെ തേയിലപ്പൊടി മാതിരി ഇരിക്കും. അത് നമുക്ക് നമ്മുടെ ഈ ക്യാബേജിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാബേജിനും കോളിഫ്ലവറിനും ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് ചാണകം തന്നെയാണ്. നല്ലതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 10 ദിവസം കൂടുമ്പം ഇതിനകത്തൊക്കെ ചാണകം ഇടുന്നത് അല്ലെങ്കിൽ ചാണകം സ്ലറി ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് നല്ല ആരോഗ്യമുള്ള കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയുടെയും തോലെടുത്തിട്ടുണ്ട്, കുറച്ച് പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്, മുട്ടയുടെ തോട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഈ മുട്ടത്തോടൊക്കെ വളരെ നല്ലതാണ്. മുട്ടത്തോടൊന്നും ആരും വെറുതെ കളയരുത്. അത് നമ്മൾ ഉണക്കി ഇതുപോലെ മിക്സിക്കകത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്കത് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചായയൊക്കെ ഒഴിച്ചിട്ട് എടുക്കുന്ന തേയിലക്കൊന്തുണ്ടല്ലോ, അതും നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അതും കൂടെ നമുക്ക് ചുറ്റിനും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ജൈവവളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ സൂപ്പർ മീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാനോ NPK എന്ന് പറഞ്ഞ വളം ഉണ്ടല്ലോ, അതൊരു സ്വല്പം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു സ്വല്പം ഇട്ടിരുന്നാൽ മതി. ഒരു സ്പൂണോളം എടുത്തിട്ട് അതിൻ്റെ ചുറ്റിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് വളം ഇട്ട് കൊടുത്തിട്ടും സ്വല്പം മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരുന്നാൽ ആ വളമൊക്കെ അവിടെ കിടന്ന് പെട്ടെന്ന് അഴുകി നമ്മുടെ ചെടികൾക്ക് നല്ല വളക്കൂറായിട്ട് മാറുകയും നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളർന്നു വരികയും ചെയ്യുന്നതായിരിക്കും. 4 ചുറ്റിനും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടിയെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചൊക്കെ നിർത്തണം. ഇനി ഒരു 10 ദിവസം കഴിയുമ്പം ഇതേപോലെ നമുക്ക് ഒന്നുകിൽ ചാണകം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജൈവ സ്ലറി എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. ഇത് ഈ ചെടി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ തണ്ട് പൊങ്ങുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സ്യൂഡോമോണസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 1 സ്പൂൺ എടുത്തിട്ട്
1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിലും അതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു സമ്പൂർണ്ണ ജൈവ കുമിൾ നാശിനിയാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും വളരെയധികം വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ സൂഡോമോണസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസോ മാസ്കോ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൊച്ചുങ്ങളുടെ കയ്യിൽ ഇതൊന്നും കൊടുക്കാതിരിക്കുക. അവർ ഉപയോഗിച്ചാൽ തന്നെയും ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കോളിഫ്ലവർ നട്ട് നിങ്ങളുടെ കോളിഫ്ലവർ ഇങ്ങനെ നീണ്ട് കിടക്കുകയെന്നിരിക്കുക. കണ്ടോ, ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ നീണ്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ തണ്ടൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുകയാണ് ആരോഗ്യമില്ലാത്ത സ്ഥിതിയിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ആരോഗ്യമുണ്ട്. അന്നേരം നമ്മളിതിനെ എന്ത് വേണമെന്നറിയാമോ, ഇനി നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണ് ഒന്ന് താഴ്ത്തി കുറച്ച് മണ്ണ് ഇങ്ങനെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിനെ അവിടെ അങ്ങോട്ട് കിടത്തുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ വളമാണോ ഇടുന്നത് അതൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്രയും ഭാഗം അവിടെ ഉറപ്പിച്ചങ്ങോട്ട് നിർത്തുക. എന്നിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. അവിടെ ആ നീളമുള്ള ഭാഗമൊക്കെ അങ്ങ് അകത്തോട്ട് മാറ്റണം. തണ്ട് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇങ്ങനെ ഉറപ്പിച്ച് അവിടെ നിർത്തിയാൽ അതിൽ നിന്ന് നമുക്കൊരു കോളിഫ്ലവർ കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജിൻ്റെ കുഞ്ഞാണ്. ഇതിനെ നമ്മൾ എന്താണെന്നറിയാമോ, മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം 2-3 രീതിയിലുള്ള വളർച്ച രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു വയലറ്റ് ക്യാബേജിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വളങ്ങളൊക്കെ തന്നെ അതിൻ്റെ ചുവട്ടിലും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിത്തൊലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിത്തൊലിയുണ്ട്, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്, പിന്നെ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആട്ടും കാഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കോഴി വളം വളരെ പഴകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ കോഴിവളം നല്ല ചൂടാണ് കേട്ടോ, നമ്മൾ പച്ചയ്ക്ക് ഇട്ട് കൊടുത്താൽ. അതിലോട്ട് നമുക്ക് സ്വല്പം നമ്മുടെ നാനോ NPK കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഒരു കുഞ്ഞ് ചെടി ആയതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും കൂടെ അതിനകത്തോട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. കഴിവതും വെള്ളം കയറാത്ത രീതിയിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിലും അവർക്ക് നല്ലതുപോലെ വെയിലും വേണം, എങ്കിൽ മാത്രമേ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. അപ്പം ഒരുപാട് മഴയൊക്കെ പെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രോ ബാഗ് ഉണ്ട്, എൻ്റെ കൈ മൊത്തം മണ്ണാണ്. അപ്പം ഈ ഗ്രോ ബാഗ് ഇങ്ങനെ ഒന്ന് നമ്മൾ കൂട്ടി വെച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിരുന്നാൽ എന്തെങ്കിലും ഒരു തടിയോ വല്ലോ ഇവിടെ ഇങ്ങനെ 4 സൈഡിലും വെച്ചിരുന്നാൽ മതി. അധികം വെള്ളം അകത്ത് കയറാതെ അത് പിന്നെ ചെടികൾ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ നാനോ NPK വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുന്തിരി മുളക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. മുരടിച്ച് നിന്നേക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല രീതിയിൽ കാ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. മുന്തിരി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്, പഴുത്തും പച്ചയായിട്ടും ഒക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ജൂലൈ നട്ട തക്കാളിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ അതിനകത്ത് പഴുത്ത് നിൽപ്പുണ്ട്. അത് നമുക്കൊന്ന് പിച്ചിയെടുക്കാം. അപ്പം എന്താണ്ട് വേറൊരു ചെടിയിലും നിൽപ്പുണ്ട്. മഴയൊക്കെയാണ്, എന്നാലും കുറച്ചൊക്കെ വിണ്ടൊക്കെ പോയി. എന്നാലും മഴപ്പരുവത്തിനും ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ചെടിയുടെ തന്നെ വെടി തീരാറായി കേട്ടോ. അപ്പോൾ ഇത്രയും തക്കാളി നമുക്കിപ്പം കിട്ടി. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ വീടിൻ്റെ കുറച്ച് പണി നമ്മൾ ചെയ്യുന്നുണ്ട്, മേലോട്ട് കെട്ടുന്ന കാര്യം.
അപ്പോൾ അതിനകത്ത് നമ്മൾ താഴെ താമസിച്ചുകൊണ്ട് മേളിൽ കെട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പൊടിയും അതിൻ്റെ കൊട്ടും ഘോഷവും എല്ലാം ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ, അതുപോലെ പണികൾ, ആട്, നമ്മുടെ ഭ്രൂണോ, കോഴി, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും അടുത്ത് ചെല്ലണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തണം. അപ്പോൾ എബിനാണെന്നുണ്ടെങ്കിൽ അവനും ബിസിയാണ്, അവൻ എറണാകുളത്ത് പോയിരിക്കുകയാണ്. മെറിനാണെന്നുണ്ടെങ്കിൽ കോളേജിൽ ക്ലാസ് തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ മൊത്തം ഒരു തിരക്കാണ് നമുക്കുള്ളത്. അപ്പം അതിനിടയ്ക്കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം മെറിനാണ് എടുക്കുന്നത്. അവളിങ്ങനെ മുള്ളേ നിൽക്കുന്ന മാതിരി അങ്ങ് നിന്ന് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ കാണുമായിരിക്കും. അതൊക്കെ കുറവുകളൊക്കെ നമുക്ക് നിറവുകളാക്കിക്കൊണ്ട് എല്ലാവരും കൃഷി ചെയ്യുക. അപ്പം പിന്നെ സമയമൊക്കെ തക്കത്തിൽ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതായ ഒരു വീഡിയോയും കൂടെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ബെൽറ്റ് വാർക്കലായിരുന്നു, ഷെയ്ഡൊക്കെ വാർത്തു. അപ്പോൾ നല്ല മഴയുമായിരുന്നു, നല്ല രസമായിരുന്നു. മഴയത്താകെ ഒരു ബഹളം തന്നെയായിരുന്നു. അപ്പം മുറ്റത്ത് എങ്ങോട്ട് നോക്കിയാലും ഒരു സ്വസ്ഥതയില്ല കേട്ടോ. ഒരിടത്ത് കമ്പി, ഒരിടത്ത് പിന്നെ മെറ്റൽ, ഒരിടത്ത് തടികൾ, അങ്ങനെ ആകെ ഒരു ബഹളമാണ് നമ്മുടെ വീടിന് ചുറ്റുമായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള പച്ചപ്പുകളെല്ലാം മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മുടെ ചെടികളും ഉള്ള പച്ചക്കറികളും എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യാൻ, ദൂരോട്ടൊക്കെ കൊണ്ടുവച്ചാൽ വെയിലായാൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും കിട്ടുന്നിടത്തോളമൊക്കെ കിട്ടട്ടെ എന്ന് കരുതി തന്നെയാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമ്മുടെ പച്ചക്കറികൾ ഞാനിപ്പോഴും വാങ്ങുന്നതൊന്നുമില്ല. ഡെയിലി നമുക്ക് വേണ്ടതായ പച്ചക്കറി നമ്മുടെ പച്ചക്കറി ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകൾ നിങ്ങളുടെ കൈവശം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിനെ കുറിച്ചുള്ളതായ റിസൾട്ട് അടുക്കയുള്ള ദിവസം തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സെപ്റ്റംബർ 30 വരെ ആയിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി ആരും ദയവ് ചെയ്ത് അയക്കരുത്, മത്സരത്തിനായിട്ട് അയക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് അയക്കാൻ ഞാൻ കണ്ടോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മത്സരത്തിനകത്ത് അത് നമ്മൾ ഉൾപ്പെടുത്തത്തില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും കൃഷി ചെയ്യുക, ആരും മടിക്കരുത്, പുറകോട്ട് പോകരുത്. മഴയാണെന്നും പറഞ്ഞിട്ട് ആരും തളർന്നൊന്നും പോകരുത്. എല്ലാവരും കൃഷി ചെയ്യുക. നമുക്ക് കിട്ടുന്ന കുറച്ചെങ്കിലും കിട്ടട്ടെ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.